ഇന്ന് തിരിച്ച് കേരളത്തിലോട്ട് വരുവാണ്. രാവിലെ 9 മണിക്ക് ഉദയപൂരിൽ നിന്നാണ് ഫസ്റ്റ് ഫ്ലൈറ്റ്. രാജസ്ഥാനിലെ 90% സ്ഥലങ്ങളും ഫുള്ള് ഗ്രാമങ്ങളാണ്. ഇവിടെ കൂടുതൽ ഗ്രാമങ്ങളാണേലും ഹൈവേസും റോഡൊന്നും ഒരു രക്ഷയില്ല. ക്വാളിറ്റി വൈസ് അടിപൊളിയായിട്ടാണ് നിർമ്മിച്ചേക്കുന്നത്. ഇതാണ് ഉദയപൂർ എയർപോർട്ട്. ചെറിയ എയർപോർട്ടാണ്. നമ്മുടെ കോഴിക്കോട് എയർപോർട്ടൊക്കെ പോലെ ചെറിയൊരു എയർപോർട്ടാണ്. എനിക്ക് തോന്നുന്ന 1-2 വർഷത്തിലുള്ള എയർപോർട്ട് ഫുൾ അവർ ഡെവലപ്പ് ചെയ്യുമെന്നാണ് തോന്നുന്നത്. ഈ എയർപോർട്ടിൽ വലിയ തിരക്കൊന്നുമില്ല. ഈ എയർപോർട്ടിലെ എല്ലാ സീറ്റിനും ഇതുപോലെ പ്ലഗ് ഇൻ പോയിന്റ് ഉണ്ട്. നമുക്ക് ഫോൺ ചാർജ് ചെയ്യുകയോ ലാപ്പ് ചാർജ് ചെയ്യുകയോ ഒക്കെ ചെയ്യാൻ പറ്റും. ഉദയപൂരിൽ നിന്ന് ഈ സമയത്ത് ഡയറക്റ്റ് ഫ്ലൈറ്റ് കൊച്ചിക്കില്ല. ഉദയപൂരിൽ നിന്ന് ഞങ്ങളെ കയറിയത് കണക്ഷൻ ഫ്ലൈറ്റാണ്. ഇത് ഹൈദരാബാദ് വന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ ഫ്ലൈറ്റ് മാറി കയറണം കൊച്ചിക്ക്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഹൈദരാബാദ് എയർപോർട്ടിൽ വരുന്നത്. കഴിഞ്ഞ ഇലക്ഷൻ ടൈമിൽ VD സതീശൻ്റെ ഒരു പോഡ്കാസ്റ്റ് കണ്ടപ്പോൾ പുള്ളി അത് പറയുന്നുണ്ട്, ഹൈദരാബാദ് സ്റ്റേറ്റിൻ്റെ വരുമാനത്തിൽ ഒരു പരിധി വരെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അവിടുത്തെ എയർപോർട്ടാണെന്ന്, രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട്. എനിക്ക് ആ പറഞ്ഞത് ശരിയാണെന്ന് തോന്നുകയും ചെയ്തു. ഇവിടെ വന്ന് കണ്ടപ്പോൾ ഭയങ്കര ബിസി ആയിട്ടൊരു എയർപോർട്ട്. കൊച്ചി പുറത്ത് നോക്കുമ്പോൾ വെളുപ്പാണ്, പക്ഷേ കൊച്ചി ഇത്ര ഇല്ല. നമ്മൾ ഡൊമസ്റ്റിക് ട്രാൻസ്ഫറിൽ പോയി ക്യൂ നിന്ന് ഇനി ഇവിടുന്ന് ചെക്ക് ഇൻ ചെയ്തിട്ട് വേണം കൊച്ചിയിലോട്ടുള്ള അടുത്ത ബോർഡിംഗ് എടുക്കാൻ. ഈ കാണുന്നതാണ് ഞങ്ങൾക്ക് പോകേണ്ട ഫ്ലൈറ്റ് ഇൻഡിഗോടെ. പക്ഷേ ഇതുവരെ ബോർഡിംഗ് സ്റ്റാർട്ടായിട്ടില്ല. ഹൈദരാബാദ് ടു കൊച്ചി ഫ്ലൈറ്റ് കണ്ട അടിപൊളി വ്യൂ ആണിത്.